തികഞ്ഞ കഷ്ടതകൾക്കുള്ളിലും ഏകമകൾ മരിയ ജോസഫിന്റെ വിദ്യാഭ്യാസവും ഭാവിയും സ്വപ്നം കണ്ട മാതാപിതാക്കൾ ഹൃദയ സംബന്ധമായ 3 ഓപ്പറേഷനുകളിലും ചഞ്ചലപ്പെടാതെ മാതാവ് ഫിലോമിനയുടെ വാൽവിന്റെ അസുഖത്തെ പോലും വകവയ്ക്കാതെ മരിയയുടെ വിദ്യാഭ്യാസവും ജോലിയും മാത്രം സ്വപ്നം കണ്ട ഈശ്വരനിൽ മാത്രം അഭയം പ്രാപിച്ചവർ വാർത്തകളും സ്വപ്നങ്ങളും ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണിവർ. ഇക്കഴിഞ്ഞ MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ മരിയ പാസ്സായപ്പോൾ ആ ചെറിയ വീട്ടിൽ ആഹ്ലാദം തിരതെന്നി. തിരുമേനി കോക്കടവിലെ ആ കൊച്ചു വീട്ടിലെ കൊച്ചുമിടിക്കുകയാണ് ഇന്ന് A1 വാർത്താ ചാനലിന്റെ നമുക്ക് ചുറ്റും എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നമുക്ക് ചുറ്റും എന്ന പരിപാടിയിൽ നമ്മൾ വ്യത്യസ്തരായ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പരിചയപ്പെടുന്ന ഒരു പരിപാടിയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചെറുപുഴയുടെ തൊട്ടടുത്ത പ്രദേശമായ കോക്കടവ് സ്വദേശിയായ മരിയ ജോസഫിനെയാണ്. ഇത്തവണത്തെ MBBS പരീക്ഷയിൽ ചെറുപുഴ പ്രദേശത്ത് നിന്ന് 4ഓളം പേരാണ് MBBS പാസ്സായിരിക്കുന്നത്. അതിൽ മരിയ ജോസഫ് എന്ന കുട്ടിയെയാണ് നമുക്ക് ചുറ്റും എന്ന പരിപാടിയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുന്നത്. നമസ്കാരം മോളെ. നമസ്കാരം. ഡോക്ടർ മരിയ ജോസഫ്, അതായത് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് 4ഓളം കുട്ടികളാണ് ഇപ്രാവശ്യം MBBSൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഒരാളാണ് മരിയ. അപ്പം വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, ഈ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഇത്രയും ഉയർന്ന ഒരു വിജയം കാഴ്ചവെച്ച മരിയക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളുമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. മരിയക്ക് ഈ ഒരു സ്വപ്നം അത് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. ഈ MBBSൻ്റെയും അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് മരിയയുടെ കാര്യങ്ങളെന്ന് അറിയാൻ ആണ് നമ്മൾ വന്നത്. ഒന്ന് പറയുമോ? എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഒരു ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെറുപ്പത്തിൽ അത് ചെറിയൊരു ആഗ്രഹമാണ്. എല്ലാ കുട്ടികളും പറയുന്ന പോലെയാണ് വീട്ടുകാരൊക്കെ കണ്ടിരുന്നത്. പിന്നെ ഞാൻ 12th തോമാപുരത്ത് ചേർന്നപ്പം എൻ്റെ ടീച്ചേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇത് നല്ലൊരു പ്രൊഫഷനാണ്, പ്രൊഫഷനപ്പുറം നല്ല ജീവിതത്തിൽ നല്ലൊരു മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനുമാണ്, നല്ല സോഷ്യൽ സർവീസ് ആണെന്നൊക്കെ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. കൂടാതെ എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, ഇപ്പൊ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർവീസ് കഴിഞ്ഞ എൻ്റെ ഒരു സീനിയർ ഉണ്ട്. അവരൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഫഷനെ പറ്റി കൂടുതൽ അന്വേഷിച്ചതും അറിഞ്ഞതും എൻട്രൻസിനെ പറ്റിയൊക്കെ ഞാൻ അറിയുന്നതും. അങ്ങനെ എന്റെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ടോട് കൂടെയാണ് ഞാൻ ഒരു ആഗ്രഹം സഫലമാക്കാൻ എനിക്ക് സാധിച്ചത്. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ ജോയിൻ ചെയ്തു. മരിയയുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? എന്റെ LKG തൊട്ട് 10th വരെ ഞാൻ സെന്റ് ജോസഫിലാണ് പഠിച്ചത്, ഇവിടെ ചെറുപുഴ. അതിനുശേഷം +1 +2 ഞാൻ തോമാപുരം ചിറ്റാരിക്കാല് പഠിച്ചു. പിന്നെ ഞാൻ എൻട്രൻസിന് വേണ്ടി പാലയിലാണ് ജോയിൻ ചെയ്തത്. +2 ശേഷം ഒരു ആയിരുന്നു. പിന്നെ ഞാൻ തൃശ്ശൂർ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. പറയാനുള്ളത്, ഇനി ഏറെ ആഗ്രഹത്തോടു കൂടിയാണല്ലോ നമ്മൾ ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ എത്തിയത്. ഫ്യൂച്ചർ അതായത് PG എടുക്കാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായും PG എടുക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഏത് വിഷയത്തിലാണ്? ജനറൽ മെഡിസിനിൽ ഒരു PG എടുത്ത ശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോളജി ആണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. ന്യൂറോളജിയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്, എന്നാലും അതാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ശ്രമിക്കണം. തീർച്ചയായും നമ്മുടെ നാട്ടില് മുമ്പൊക്കെ ഒരു ധാരണയുണ്ട്, അതായത് ഒരുപാട് പൈസയും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ MBBS എടുക്കാൻ പറ്റൂ. ആ കാരണത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അത്തരക്കാർക്കൊക്കെ ഒരുപാട് എന്താ പറയുക മാതൃകയാണ് മരിയ. അത്ര പൈസ അങ്ങനെ ഒരു ഫാക്ടർ അല്ല. ആക്ച്വലി നമ്മുടെ കഴിവും നമ്മുടെ ആഗ്രഹമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമുക്ക് ആ ഒരു ആഗ്രഹം വേണം. അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഒരുപാട് സ്ട്രെസ്സും ഫാക്ടറുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു ഇച്ഛാശക്തിയും തന്നെ വേണം ഇതിന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്റെ ഫാമിലിയും എന്റെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. അവരുടെ സ്നേഹവും അനുഗ്രഹവും കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൊഫഷനിൽ ഇത്ര എത്താൻ എനിക്ക് സാധിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടില് പപ്പ, അമ്മ, ഞാൻ, ഞങ്ങൾ 3 പേര്. ഒറ്റ മോളാണ്. ഏതായാലും നല്ലൊരു അഭിമാന നേട്ടം തന്നെയാണ് ഇപ്പം കാഴ്ചവെച്ചത്. അത് വീട്ടുകാർക്കെന്നല്ല നാട്ടുകാർക്കും കൂടി ഒരു അഭിമാനമാണ്. അതായത് ഇനി ഭാവിയിൽ പുറത്തേക്ക് പോകാനോ അത് PG എടുത്തതിന് ശേഷം കേരളത്തിൽ തന്നെ തുടരാനോ എല്ലാവരും ഇപ്പം മാക്സിമം ആൾക്കാരും പുറത്തൊക്കെയാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ ഡോക്ടർമാർ ഇപ്പം വളരെ കുറവാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഒരു മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഡോക്ടർമാരെ കാണുന്നത്. അപ്പം എങ്ങനെയാണ് ഡോക്ടർ മരിയയുടെ താല്പര്യം? എങ്ങനെയാണ്? എനിക്ക് ഇവിടെ തന്നെ PG എടുക്കാനാണ് ആഗ്രഹം. പുറത്തേക്ക് ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഇവിടെ തന്നെ ഒരു തൊഴിൽ ചെയ്യാനും പുറത്തേക്ക് ഒരു ആഗ്രഹം എനിക്ക് ഇപ്പൊ എന്തായാലും ഇല്ല. എനിക്ക് ഇവിടെ തന്നെ ഇവിടുത്തെ PHCകളിലൊക്കെ വർക്ക് ചെയ്യണമെന്ന്, ഇവിടെ തന്നെ ഒരു എക്സ്പീരിയൻസ് എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. PG ഇവിടെ തന്നെ പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. പപ്പയും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? പപ്പ കൃഷിപ്പണിയാണ് ഇവിടെ തന്നെ, ഇവിടെ പറമ്പൊക്കെ ആയിട്ട് അങ്ങനെ. മമ്മി ഫാർമസിസ്റ്റ് ആയിരുന്നു പണ്ട്, ഇപ്പം ജോലി ചെയ്യുന്നില്ല. കുറച്ച് അസുഖങ്ങൾ ഒക്കെ ആയിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെയാണ്, റെസ്റ്റിലൊക്കെയാണ്. മരിയയുടെ പപ്പയും അമ്മക്കൊക്കെ സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഹെൽത്ത് ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ? പപ്പയ്ക്ക് ഒരു 3 ആൻജിയോപ്ലാസ്റ്റി ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. 2019-ലും 2022-ലും ആയിട്ട് 3 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്.
ഇനിയും ഹാർട്ട് ബ്ലോക്കുകളൊക്കെ ഉണ്ട് പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ മമ്മിക്കൊരു ഹാർട്ടിനൊരു വാൽവിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഞാൻ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഇവർക്ക് ഇങ്ങനെ അസുഖങ്ങളും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ലീവിന് വന്ന് ഹോസ്പിറ്റലിൽ കൂടെ നിന്ന്, അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ എന്റെ ഈസ്റ്റർ വെക്കേഷന്റെ സമയത്തൊക്കെ മമ്മിക്ക് വയ്യായിരുന്നു. ഒരാഴ്ചത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ലീവൊക്കെ എടുത്ത് വന്ന് ഇവരുടെ കൂടെയൊക്കെ നിന്ന് തിരിച്ചുപോയി. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പഠനകാലമൊക്കെ. അങ്ങനെ തന്നെ പോയി. ഏതായാലും ഒരു മികച്ച നേട്ടമാണ് ഏതായാലും മരിയ കൈവരിച്ചത്. അപ്പോൾ A1 ചാനൽ നമുക്ക് ചുറ്റും എന്ന പരിപാടിയിൽ നമ്മളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം രവി ചേട്ടാ. രവി ചേട്ടാ, മകള് മരിയ ഏതായാലും ഒരു മികച്ച വിജയം നേടിയിട്ട് ഏതായാലും നാടിനൊക്കെ ഒരു അഭിമാനം അയക്കുന്ന ഒരു സമയമാണ്. അപ്പൊ മകളെ കുറിച്ച് ഏറെ അഭിമാനിക്കുന്ന ഒരു സമയം കൂടിയല്ലേ ഇത്? മകളെ കുറിച്ച് എങ്ങനെയാണ്, മകളെ പറ്റി എന്താണ് പറയാനുള്ളത്? ചെറുപ്പം മുതലേ നല്ലോണം പഠിക്കുമായിരുന്നു. LKG മുതല് പിന്നെ ഹയർ സെക്കൻഡറിയിൽ അങ്ങനെ പഠിച്ചു. അപ്പോൾ ഡോക്ടറാണെന്ന് ഉള്ള ആഗ്രഹം ചെറുപ്പത്തിലുണ്ടല്ലോ. അപ്പോൾ അത് കൂടുതൽ ചിറ്റാക്കാരിലെ ടീച്ചേഴ്സാണ് കൂടുതലായിട്ട് പറഞ്ഞ് ഒരു MBBS അവളെ വിടണം, അവൾക്ക് അങ്ങനെ നല്ലോണം പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അവൾക്ക് പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചിറ്റാക്കാരിലെ ടീച്ചേഴ്സാണ്. പിന്നെ പഠിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ മറ്റ് സാമ്പത്തികം അങ്ങനത്തെ കാര്യം നമ്മൾ നോക്കുന്നില്ല. ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പഠിക്കണം എന്നുള്ളതാണല്ലോ മെയിൻ കാര്യം. പിന്നെ തീർച്ചയായും എല്ലാ രക്ഷിതാക്കൾക്കും ഒരു മാതൃകയാണ്. ഒന്നാമത് നമുക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ട്, അത് ഏകദേശം എല്ലാവർക്കും അറിയാം. അതൊക്കെ വെച്ചിട്ടും മകളെ, അതായത് ഒരേ ഒരു മകള് മാത്രം, ആ മകളെ ഡോക്ടറാക്കിയെന്ന് വെച്ചാൽ വലിയൊരു അഭിമാനമില്ലായിരുന്നു. ഇനി ഇങ്ങോട്ട് ഒരു ഡോക്ടറുടെ അച്ഛൻ എന്ന നിലയിൽ നമുക്ക് അറിയപ്പെടുകയും കൂടെ ചെയ്യാലോ. അതായാലും വളരെ സന്തോഷം. അവളെ പറ്റി എന്താ പറയുന്നത്? അവള് ചെറുപ്പം മുതലേ ഞാനും കൂടെ കൂടി ഇരുന്ന് എല്ലാം LKG UKG നല്ലപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഫുൾ മാർക്കായിരുന്നു എല്ലാത്തിനും. പിന്നെ 10ൽ വരെ ഫുൾ മാർക്ക്. അത് കഴിഞ്ഞിട്ട് +2-നും എല്ലാം നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ എൻട്രൻസിന് വിടാൻ ഞാനും കൂടെ ഇവളോട് പറഞ്ഞു എൻട്രൻസിന് പോകാനൊക്കെ. ഏതായാലും ഒരു നല്ല വലിയൊരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്, അഭിമാനിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ അയൽവക്കത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. കഴിഞ്ഞ MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടി ഈ പ്രദേശത്തിൻ്റെ അഭിമാനതാരമായി മാറിയ മരിയ ജോസഫ് നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയായി മാറിയിട്ടുണ്ട്. ഈ വളരെ പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് മരിയ ജോസഫ് പഠിച്ചിട്ടുള്ളത്. ആ ഉന്നത വിജയം നേടിയ മരിയ ജോസഫിനും അവരുടെ കുടുംബത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.